This class we started our discussion on arrays. Okay, so array is a derived data type and which stores uh, elements of the same data type in a sequenced fixed size manner. Okay, so array എന്ന് പറഞ്ഞാൽ it is a collection of same data type. Okay, അപ്പോൾ നമുക്ക് array എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു integer array ആവാം, അല്ലെങ്കിൽ character array ആവാം, അല്ലെങ്കിൽ floating point array ആവാം, എങ്ങനെയാവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ട് ടൈപ്പ് അറേ ഉണ്ട്, ഒന്നെങ്കിൽ 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്, 3 ഡയമെൻഷണൽ അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അറേയിലെ എലമെന്റ്സിനും ഒരു ഇൻഡെക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് എന്ന് എഴുതിയിട്ടുള്ളത് ദാറ്റ് ഈസ് വി ക്യാൻ ഹാവ് ദ ഇൻഡെക്സ് ഫ്രം 0 to 5. അപ്പോൾ നിങ്ങൾക്ക് 6 എലമെന്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ അതിൻ്റെ തുടങ്ങുന്ന ഇൻഡെക്സ് 0 എന്നും അതിൻ്റെ അവസാനിക്കുന്ന ഇൻഡെക്സ് 5-ലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അറേ ഡിക്ലെയർ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഡാറ്റ ടൈപ്പ് എഴുതണം, പിന്നെ വേരിയബിൾ നെയിം എഴുതണം, പിന്നെ അതിൻ്റെ സൈസ് എന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഈ സൈസ് നമ്മൾ നിർബന്ധമായിട്ടും ഒരു നമ്പർ തന്നെ ഇവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ ഡിക്ലെയർ ആൻ അറേ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ആക്ച്വലി അലൊക്കേറ്റിംഗ് സ്പേസ് ടു സ്റ്റോർ ദാറ്റ് അറേ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഡിക്ലറേഷൻ. ഓൾറൈറ്റ്, ഇനി അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു അറേയുടെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ലെറ്റ്സ് എ ഫ്ലോട്ട് ഹൈറ്റ് ഓഫ് 35 എന്ന് പറഞ്ഞാൽ 35 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ ഉണ്ടാക്കും. ആ അറേയുടെ പേര് എന്തായിരിക്കും, ഹൈറ്റ്സ്. ഓക്കെ, ഇൻറ്റ് മൈ മാർക്സ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റിജേഴ്സ് ഉള്ള ഒരു അറേ ഉണ്ടാക്കും. ആ അറേയുടെ പേര് മൈ മാർക്സ്. ഓക്കെ, ഇൻറ്റ് പോപ്പുലേഷൻ ഓഫ് 14 എന്ന് പറഞ്ഞാൽ 14 എലിമെന്റ്സ് ഉള്ള ഒരു ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്യും വിത്ത് ദ നെയിം പോപ്പുലേഷൻ. ഓക്കെ, ഈ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അറേയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അറേയിലോട്ട് വാല്യൂ കൊടുക്കുന്നത് എങ്ങനെ നമ്മൾ നോക്കി. നമുക്ക് രണ്ട് തരത്തിൽ വാല്യൂസ് കൊടുക്കാം. ഒന്ന് പറഞ്ഞാൽ കമ്പൈൽ ടൈം എന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ നമ്മൾ ആ വാല്യൂ ആസ് സച്ച് അതുപോലെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ റൺ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് വാല്യൂ നമ്മൾ അതിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ കമ്പൈൽ ടൈമിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു. We can just give the array values just like this, that is int marks of 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 6 വാല്യൂസ് ഓരോന്ന് കോമ ആയിട്ട് കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂസ് സ്റ്റോർഡ് ഇൻ ടു ദാറ്റ് അറേ. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് നമ്മൾ 5 എലമെന്റ്സ് ഉള്ള അറേ ഡിക്ലെയർ ചെയ്യുന്നു, അതിലോട്ട് എന്ത് ചെയ്യുന്നു, 3 വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നു, 9, 8, 7. അപ്പോൾ 5 എലമെന്റ്സ് ആണെങ്കിൽ ബാക്കി 3 എലമെന്റ് എന്തായിട്ട് വരും. യു ക്യാൻ ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദോസ് 2 എലമെന്റ്സ് വുഡ് ബി 0. ഓക്കെ, അതുപോലെ ഫ്ലോട്ട് പി ഓഫ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 എലമെന്റ് ഉള്ള ഒരു 2 വാല്യൂസ് മാത്രമേ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുന്നുള്ളൂ, ബട്ട് യു ക്യാൻ ഹാവ് ഓർ യു വിൽ ഹാവ് ദ അതർ വാല്യൂസ് ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ ഇഫ് ഐ ജസ്റ്റ് റൈറ്റ് ഫ്ലോട്ട് എ ഓഫ് 10 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കും, എല്ലാ വാല്യൂസും 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇനി ഫ്ലോട്ട് ഹൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് നമ്പർ ഒന്നും എഴുതിയില്ല, പക്ഷേ ഞാനിവിടെ 3 നമ്പേഴ്സ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഈ ഹൈറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് മാറും, 3 ആയിട്ട് മാറും. ഓക്കെ, കാരണം ഞാനിവിടെ 3 എലമെന്റ്സ് ആണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതാൻ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ് വാല്യൂ ഈക്വൽ ടു, ഞാനിവിടെ എഴുതുന്നത് 2 എന്നും, ഇൻറ്റ് വാല്യൂസ് ഓഫ് 2 എന്ന് എഴുതിയിട്ട് ഞാനിവിടെ ഒരു 8 നമ്പർ ഡിക്ലെയർ ചെയ്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഞാൻ 2 നമ്പറിന് വേണ്ടിയുള്ള സ്പേസ് അലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, 8 നമ്പർ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് വിൽ നോട്ട് വർക്ക്, സോ ഇറ്റ് വിൽ ഷോ an error. Okay, so this was the summary of last class discussion. Okay, now let's get into the runtime initialization. എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അറേയിലോട്ട് വാല്യൂ കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻ റൺ ടൈം ഇനീഷ്യലൈസേഷൻ അറേ ഈസ് ഇനീഷ്യലൈസ്ഡ് എക്സ്പ്ലിസിറ്റ്ലി അറ്റ് റൺ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എലമെന്റിനും വാല്യൂ കൊടുക്കുക. അല്ലാതെ പ്രോഗ്രാം നമ്മൾ എഴുതി കമ്പൈൽ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യില്ല, ഒരിക്കലും വാല്യൂ നമ്മൾ എഴുതി കൊടുക്കില്ല. അങ്ങനെ സിറ്റുവേഷൻ നമ്മൾ നേരത്തെ കണ്ടത്, നമ്മൾ പ്രോഗ്രാമിനകത്ത് തന്നെ ഇതുപോലെ നമ്മൾ വാല്യൂ എഴുതി കൊടുക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ദിസ് റൺ ടൈം ഇനീഷ്യലൈസേഷൻ ഈസ് പ്രിഫേർഡ് ടു ഇനീഷ്യലൈസ് ലാർജ് അറേസ്. വലിയ അറേസ് വരുന്ന സമയത്താണ് ഈ റൺ ടൈം ഇനീഷ്യലൈസേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കറിയാം ഇൻറ്റ് എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് സംഭവിക്കും. എക്സ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 എലമെന്റ്സിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ 3 ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള ഒരു അറേക്ക് വേണ്ടിയുള്ള സ്പേസ് നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് വെക്കും. നിങ്ങളോട് നോക്കുക, എനിക്ക് 3 ഇൻറ്റിജർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പേരെന്താണ്, എക്സ് ആണെന്ന് എൻ്റെ അറേയുടെ പേര്. അപ്പോൾ എനിക്കറിയാം ഇൻഡെക്സ് 0, 1, 2 വരെ ഇൻഡെക്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്കാൻ എഫ് %d %d %.
ആദ്യത്തെ പെർസെൻറ്റേജിൽ എന്ത് ചെയ്യും, എക്സ് ഓഫ് സീറോ, ഈ എക്സ് എന്ന് ഇട്ടിട്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സീറോ ഇട്ട് അതിനർത്ഥം എന്താണ്, ഐ എം റെഫറിങ് ടു ദ ഫസ്റ്റ് ലൊക്കേഷൻ, അതായത് ഐ എം റെഫറിങ് ടു ദിസ് ലൊക്കേഷൻ. ഇതാണ് എൻ്റെ എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ എക്സ് ഓഫ് വൺ എന്ന് പറയുന്നത്, ഇതാണ് എൻ്റെ എക്സ് ഓഫ് ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കർസർ അവിടെ നിൽക്കും, നമ്മൾ എന്ത് ചെയ്യും, ഒരു 3 വാല്യൂസ് എൻ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഒരു 22. ഓക്കെ, എൻ്റർ ചെയ്തിട്ടു നിങ്ങളുടെ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്തു. അടുത്തായി നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 35, എന്നിട്ട് നിങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്തു. അടുത്തായി നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 49, എന്നിട്ട് നിങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ 22 എന്ന് പറയുന്ന വാല്യൂ എവിടെ വരും, എക്സ് ഓഫ് സീറോയുടെ സ്ഥലത്ത് വരും. കാരണം എക്സ് ഓഫ് സീറോ ആണ് ആദ്യത്തെ പെർസെൻറ്റേജ് ഡി റീപ്ലേസ് ചെയ്യുന്നത്. എക്സ് ഓഫ് വണ്ണിലോട്ട് ഏത് വരും, 35 വരും. എക്സ് ഓഫ് ടൂലോട്ട് ഏത് വരും, 49 വരും. അപ്പോൾ ഇവിടെ വാല്യൂ കിട്ടുന്ന എപ്പോഴാണ്, നമ്മുടെ പ്രോഗ്രാം റൺ അല്ലെങ്കിൽ സ്കാനഫ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് എ റൺ ടൈം ഇനീഷ്യലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബേസിക്സ് ആണ്. നമ്മൾ ഇതുപോലുള്ള സംഗതികൾ നമ്മൾ യൂസ് ചെയ്യും. then you will get to know what is the purpose of such initialization. Okay, ഇവിടെ ഞാൻ വേറൊരു ടൈപ്പ് ഇനീഷ്യലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഐ വിൽ എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്, ഇൻഡ് എ ഓഫ് 100. എ ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് എ എന്ന് പറയുന്ന ഒരു അറേ ഉണ്ടാവും. ഓക്കെ, അറേയുടെ സൈസ് എത്രയാണ്, 100 എലമെന്റ്സ് ഉള്ള ഒരു അറേ ആയിരിക്കും. ഓക്കെ, ആ 100 എലമെന്റ്സ് ഉള്ള അറേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ ഇൻറ്റിജർ സ്റ്റോർ ചെയ്യുന്നതാണ്. ആദ്യത്തെ ലൊക്കേഷൻ്റെ പേര് എന്തായിരിക്കും, 0 എന്ന് വെച്ചാൽ എ ഓഫ് 0 ആയിരിക്കും ആദ്യത്തെ ലൊക്കേഷൻ ഉള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് വരും, ഇങ്ങനെ താഴേക്ക് പോയി അവസാനത്തെ ലൊക്കേഷനിൽ ഇത് വരും, എ ഓഫ് 99 വരും. അങ്ങനെ നമുക്ക് 0 to 99, അപ്പോൾ നമുക്ക് 100 എലമെന്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത് എന്താണ്, ഐ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ. ഓക്കെ, ഐ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ. ഇത് ഞാനൊരു സിമ്പിൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ കാര്യം ഞാൻ അധികം പറയുന്നില്ല, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ചേഞ്ച് ചെയ്യും. ഐയുടെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും, 0. ഐയുടെ ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും, ഐ ലെസ് ദാൻ 100 എന്ന് കൊടുത്തുള്ളൂ. അപ്പോൾ ഐ ലെസ് ദാൻ 100 എന്ന് പറയുമ്പോൾ ഐയുടെ ലാസ്റ്റ് വാല്യൂ എവിടെ വരെ വരും, 99 വരെ വരും. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ 0 to 99 വരെ പോകുന്ന സമയത്ത് നടക്കാവുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇഫ് എഴുതിയിട്ടുണ്ട്. ഇഫിനകത്ത് എന്ത് സംഭവിക്കും, ഇഫ് ഐ ലെസ് ദാൻ 50 എന്ന് വെച്ചാൽ ഞാൻ ഈ കൊടുക്കുന്ന ഐയുടെ വാല്യൂ ലെസ് ദാൻ 50 ആയെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ലെസ് ദാൻ 50 എന്ന് പറഞ്ഞാൽ എവിടെ വരും, 0 മുതൽ 49 വരെയാണ് ലെസ് ദാൻ 50. അപ്പോൾ ഇൻ കേസ് ഐയുടെ വാല്യൂ ലെസ് ദാൻ 50 ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ എ ഓഫ് ഐ ഏതാണോ ഐയുടെ വാല്യൂ, ആ ലൊക്കേഷനിലുള്ള എയുടെ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്താക്കി മാറ്റുക, 0 ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താ സംഭവിക്കും, ഐയുടെ വാല്യൂ 0 to 49 വരുന്ന ഏത് സിറ്റുവേഷനിലും എന്ത് സംഭവിക്കും, എൻ്റെ എ ഓഫ് ഐ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, 0 to 49 വരെയുള്ള എല്ലാ എലമെന്റ്സും എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ആദ്യത്തെ തവണ, അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സിക്യൂഷൻ്റെ ആ ഒരു സ്റ്റെപ്സ് തന്നെ പറയാം. എക്സിക്യൂഷൻ സ്റ്റെപ്സ് തന്നെ പറയാം. ആദ്യം ഐയുടെ വാല്യൂ 0 ആവും. ഐ ലെസ് ദാൻ 50 ആണോ, അതെ, 0 ലെസ് ദാൻ 50 ആണ്. അപ്പോൾ എന്താ ചെയ്യും, എ ഓഫ് 0. ഓക്കെ, ആദ്യം സംഭവിക്കുന്ന എന്താണ്, എ ഓഫ് 0 ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ എന്ത് വരും, 0 വരും. ഓക്കെ, അടുത്ത ഇറ്ററേഷൻ ഐയുടെ വാല്യൂ 1 ആവും. 1 ലെസ് ദാൻ 50 ആണോ, അതെ. അപ്പോൾ എ ഓഫ് 1 എന്തായി മാറും, 0 ആയി മാറും. അപ്പോൾ ഇവിടെ എന്ത് വരും, രണ്ടാമത്തെ ലൊക്കേഷനിൽ എന്ത് വരും, 0 വരും. ഇങ്ങനെ പോയി അവസാനം ഐയുടെ വാല്യൂ 49 എന്ന് വിചാരിക്കും. 49 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐ ലെസ് ദാൻ 50 ആണോ, അതെ. അപ്പോൾ എ ഓഫ് 49 എന്ത് വരും, എ ഓഫ് 49 എന്ത് വരും, 0 വരും. അപ്പോൾ ഞാൻ എൻ്റെ എ ഓഫ് 49 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. എ ഓഫ് 49 അത് 0. ഓക്കെ, പിന്നെ ഐയുടെ വാല്യൂ 50, കാരണം ഐയുടെ വാല്യൂ ഇതുവരെ പോകുന്നു 0 to 100 വരെ പോകുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ എന്തായിട്ട് മാറണോ, 50 ആയി മാറി വിചാരിക്കും. ഓക്കെ, ഐയുടെ വാല്യൂ 50 എന്ന സമയത്ത് ഐ ലെസ് ദാൻ 50 ആണോ, അല്ല. അപ്പോൾ എന്ത് വരും, ഇങ്ങോട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ എ ഓഫ് ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്തെന്ന് സംഭവിക്കും, എ ഓഫ് 50 ഈക്വൽ ടു 1. അപ്പോൾ അടുത്ത ലൊക്കേഷൻ ഇപ്പോൾ എ ഓഫ് 50 എന്തായിട്ട് മാറിയിട്ടുണ്ടോ, എ ഓഫ് 51 ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു ഐയുടെ വാല്യൂ 0 to 99 വരെ പോകും. ആ 99 വരെയുള്ള വാല്യൂ എന്ത് വരും, 1 വരും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ആദ്യത്തെ 49 എലമെന്റ്സ്, എൻ്റെ ഈ അറേയിലെ ആദ്യത്തെ 49 എലമെന്റ്സ് എന്തായിട്ട് മാറും, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. 49 എലമെന്റ്സ് ഞാൻ ജസ്റ്റ് ഇത് ഇൻഡിക്കേഷൻ വേണ്ടി കാണിക്കുകയാണ്. അടുത്ത 49 അല്ല, ആദ്യത്തെ 50 എലമെന്റ്സ് എന്ന് വെച്ചാൽ 0 to 49. ഓക്കെ, 0 to 49
50 എലമെന്റ്സ് 0 ആയിട്ട് മാറും. പിന്നെ 50 to 99 വരുന്ന ഇൻഡെക്സിൽ എൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടോ 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദിസ് ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഈ ഇനീഷ്യലൈസേഷൻ ഒക്കെ നടക്കുന്ന എപ്പോഴാണ്? ഈ ഇനീഷ്യലൈസേഷൻ നടക്കുന്ന എപ്പോഴാണ്? പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ നേരത്തെ ഓരോ എലമെന്റ് a of 0 equal to 0, a of 1 equal to 0, a of 2 equal to 0 അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുന്നില്ല. ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് അറേക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ നമ്മൾ കാണും. So you just understand that there are two type of initialization. One is I can initialize the value just like this, or I can initialize the value at a runtime where we can assign whatever value. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊന്നും പർട്ടിക്കുലർലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ല. ഓക്കെ, ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. എങ്ങനെയാണ് നമ്മൾ അറേ ആയിട്ട് സാധാരണ ഡീൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഈ 2-3 പ്രോഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതർവൈസ് ഡീലിംഗ് വിത്ത് അറേ വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ക്യാച്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളത് റൈറ്റ് എ സി പ്രോഗ്രാം ടു റീഡ് ആൻ ഇൻറ്റിജർ അറേ ഫ്രം ദ യൂസർ ആൻഡ് പ്രിന്റ് ദ വാല്യൂസ് ബാക്ക് ടു ദ സ്ക്രീൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു യൂസറോട് കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയാം. ഓക്കെ, റൈറ്റ് എ സി പ്രോഗ്രാം ടു റീഡ് ആൻ ഇൻറ്റിജർ അറേ. ഒരു ഇൻറ്റിജർ അറേ എന്ത് ചെയ്യണം? യൂസർ അടുത്ത് നിന്ന് റീഡ് ചെയ്യണം. ദെൻ വി ഹാവ് ടു പ്രിന്റ് ദ വാല്യൂസ് ബാക്ക് ടു ദ സ്ക്രീൻ. ആ വാല്യൂ തന്നെ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. പ്രത്യേകിച്ച് യൂസ്ഫുൾ അല്ലാത്തൊരു പ്രോഗ്രാമാണ്, പക്ഷേ ഇറ്റ് വിൽ മേക്ക് എവറിത്തിങ് we can understand a lot of things from doing this program. Okay, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻറ്റിജർ അറേ ആണ് യൂസർ അടുത്ത് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻറ്റിജർ അറേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻറ്റിജർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഓക്കെ, സപ്പോസ് ദാറ്റ് ഐ എം കോളിംഗ് ദാറ്റ് ആസ് അറേ. അറേ എന്ന് തന്നെ അതിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, സപ്പോസ് ദാറ്റ് ഐ എം റൈറ്റിംഗ് ഇൻറ്റ് അറേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ സൈസ് കൊടുക്കണം. കാരണം നമ്മൾ യൂസർ അടുത്ത് നിന്ന് വാല്യൂ റീഡ് ചെയ്യില്ല, നമ്മൾ വാല്യൂ ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൈസ് കൊടുക്കണം. അപ്പോൾ ഈ സൈസ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ നമ്മളിവിടെ നോക്കി അറേയുടെ പ്രത്യേകത എന്താണ്? അറേയുടെ പ്രത്യേകത ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് സൈസ് സീക്വൻസ്. അതിൻ്റെ സൈസ് എത്രയാണ്? ഫിക്സ്ഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അറേ. അറേയുടെ സൈസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അറേയിൽ എത്രത്തോളം എലമെന്റ്സ് മാക്സിമം വരാം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അറേയുടെ സൈസ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സപ്പോസ് ദാറ്റ് ഐ എം റൈറ്റിംഗ് ഇൻറ്റ് അറേ ഓഫ് 50. ഓക്കെ, ഇൻറ്റ് അറേ ഓഫ് 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ 50 എലമെന്റ്സ് ഉള്ള ഒരു അറേ എന്ന് പേര്, എൻ്റെ അറേയുടെ പേര് അറേ എന്നാണ്. നിങ്ങൾക്ക് എക്സോ എയോ ബിയോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഒരു ഇൻറ്റിജർ അറേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻറ്റ് തന്നെ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇൻറ്റ് അറേ ഓഫ് 50 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്ക് 50 എലമെന്റ്സ് ഉള്ള ഒരു അറേ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കും. ഓക്കെ, 50 എലമെന്റ്സ് ഉള്ള അറേ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ 0 1 2 3 ഇങ്ങനെ പോയി ലാസ്റ്റ് 50 എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് എന്തായിരിക്കും? 49 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 49 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 49. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ യൂസർ അടുത്തുനിന്ന് ഒരു അറേ അറിയാം. അപ്പോൾ യൂസർ എത്ര വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ 50 എലമെന്റ്സ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 എലമെന്റ്സ് നമുക്ക് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ യൂസർ എത്ര വാല്യൂ എൻ്റർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ അടുത്തുനിന്ന് എത്ര വാല്യൂസ് ഉണ്ടെന്ന് കൂടി നമ്മൾ ആദ്യം ചോദിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ആ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു n എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി യൂസ് ചെയ്യും. ഓക്കെ, n എന്തിനാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് റീഡ് ചെയ്യാൻ. പിന്നെ ഞാൻ i എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി യൂസ് ചെയ്യും. ഇതെന്തിനാണ്? എനിക്ക് ഈ ഓരോ സ്ഥലത്തേക്കും ഞാൻ എന്ത് ചെയ്യണം? ഓരോ വാല്യൂ അസൈൻ ചെയ്യേണ്ടി വരും. റീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ സ്ഥലത്തേക്ക് ഞാൻ ഓരോ വാല്യൂ അസൈൻ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. സച്ച് ദാറ്റ് വി ക്യാൻ കൺട്രോൾ ദ ഇൻഡെക്സ് ബൈ യൂസിങ് ദിസ് ഐ. ഓക്കെ, അപ്പം ഇങ്ങനെ 3 സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്നെന്താണ് അറേ, രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് സ്റ്റോർ ചെയ്യാൻ. മൂന്നെന്ന് പറയുന്നത് ഞാൻ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൂപ്പ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ എലമെന്റിന്റെ ഇൻഡെക്സ് എത്രയാന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഐ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 50 എലമെന്റ്സ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പേര് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് നമുക്ക് വേണമെന്നുള്ളത് നമുക്ക് അറിയില്ല. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബസ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ബസ്സിൽ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ? 50. ഓക്കെ, പക്ഷേ എത്ര പേര് അറ്റ് എ ടൈം ട്രാവൽ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിങ്ങൾ ഗ്യാങ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ മേ ബി 10 people only, but the bus will have a capacity of 50 seats.
ഓക്കെ. അപ്പോൾ മാക്സിമം പോസിബിൾ ആയിട്ട് നമുക്ക് എത്രത്തോളം എലമെന്റ്സ് വരാം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു സൈസ് കൊടുക്കുക. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ കോളേജിൽ നിന്ന് മൊത്തം ഒരു ട്രിപ്പ് പോകണമെങ്കിൽ ദ 50 ഔട്ട് ഓഫ് 50 സീറ്റ്സ് വിൽ ബി കൺസ്യൂംഡ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി യൂട്ടിലൈസ്ഡ്. നമ്മൾ മാക്സിമം പോസിബിൾ ആയിട്ട് വരാവുന്ന ഒരു സൈസ് വെച്ച് നമ്മൾ ആരെ ഡിക്ലെയർ ചെയ്യുക. Then we just use another variable to get the actual number of elements in that array. Then I for controlling the loop to get the values of the index. Okay. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, സോ ലെറ്റ് മീ ടേക്ക് ദ ആക്ച്വൽ പ്രോഗ്രാം. ഓക്കെ, ഞാൻ ഇനി എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ എന്നുള്ളത്. ഐ വിൽ ടേക്ക് ദ ആക്ച്വൽ പ്രോഗ്രാം, ദെൻ ഐ വിൽ ലെറ്റ് യു know how it is working. Okay. So let me insert the picture. Yeah. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാൻ അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കി കൂടുതൽ നോക്കുന്ന ഞാൻ ഓരോ ലൈൻ ബൈ ലൈൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ലൈൻ, ഇൻ്റെ അറേ ഓഫ് 50 i, n എന്തിനാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് യൂസറോട് പറയാം. അപ്പോഴാണ് യൂസർ എത്ര എലമെന്റ്സ് ആണ് അവൻ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ്, എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് കൊടുത്തു, എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്, ആൻഡ് ബിലോ ദാറ്റ് വി ആർ റൈറ്റിംഗ് scanf %t %n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, n എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 5 എലമെന്റ്സ് ആണ് എൻ്റർ ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, എനിക്ക് ഈ അറേയിലോട്ട് 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യണം, 5 എലമെന്റ്സ് എനിക്ക് പ്രിന്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സംശയം എന്താണ്, ആദ്യം നമ്മൾ n റീഡ് ചെയ്തിട്ട് നമുക്ക് ആ n-ന്റെ വാല്യൂ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ പോലെ എന്ന് സംശയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ 50 സ്പേസ് വേസ്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ സിയിൽ അങ്ങനെ ഒരു സംഭവം അറേ വെച്ച് പോസിബിൾ അല്ല. ഓക്കെ, അറേയുടെ സൈസ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി വെച്ചിരിക്കണം. അല്ലാതെ നമുക്കൊരു സൈസ് റീഡ് ചെയ്തിട്ട് പിന്നെ അറേ ഡിക്ലെയർ ചെയ്യാൻ ഒരു സ്കോപ്പ് സിക്കകത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇഫ് യു ആർ യൂസിങ് സംതിങ് നോൺ ആസ് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ അവർ സിലബസ്. ഓക്കെ, ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഈ 3 സെന്റൻസ് മനസ്സിലായി, നിങ്ങൾക്ക് ഈ നമ്പർ ഓഫ് എലമെന്റ്സ് റീഡ് ചെയ്യുന്നത് മനസ്സിലായി. സപ്പോസ് ദാറ്റ് ഐ എം റീഡിങ് n is equal to 5. n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഞാൻ 5 സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ്, എൻ്റർ ദ വാല്യൂസ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ മെസ്സേജ് കണ്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അവർ നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. സോ ദാറ്റ് നമ്പർ ഇസ് 5. സേ ഇറ്റ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ അത് 5 എന്ന് വിചാരിക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എം ഷോയിങ് എ മെസ്സേജ് എൻ്റർ ദ വാല്യൂസ്. ഇനി ഞാൻ നമ്മൾ യൂസറോട് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ഓക്കെ, ആ വാല്യൂ എൻ്റർ ചെയ്യുന്നതിന് എന്ത് ചെയ്യും, ഒരു ഫോർ ലൂപ്പ് ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, ഒരു റൺ ടൈം ഇനീഷ്യലൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഐ എം സ്റ്റാർട്ടിങ് എ ഫോർ ലൂപ്പ്. ഇവിടെ ഫോർ ലൂപ്പ് n-ന്റെ വാല്യൂ 5 ആണെങ്കിൽ എന്ത് സംഭവിക്കും, i-യുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരും, i-യുടെ വാല്യൂ 0 തൊട്ട് i less than n എന്ന് കൊടുത്തില്ല. i less than n എന്ന് പറഞ്ഞാൽ i less than 5. ലെസ് ദാൻ 5 ആവുന്ന വരെ എന്ത് സംഭവിക്കും, i-യുടെ വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്തിരിക്കും ഓരോ സ്റ്റെപ്പിലും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം i-യുടെ വാല്യൂ എന്തായിരിക്കും, ഫസ്റ്റ് i-യുടെ വാല്യൂ 0 ആയിരിക്കും. ഫസ്റ്റ് i-യുടെ വാല്യൂ 0. ഓക്കെ, ഫസ്റ്റ് i-യുടെ വാല്യൂ 0. നമ്മൾ n-ന്റെ വാല്യൂ 5 എന്ന് കൊടുത്തു, i-യുടെ വാല്യൂ 0. i ലെസ് ദാൻ 5 ആണോ, അതെ, അകത്തോട്ട് വന്നു. എന്ത് ചെയ്യും, scanf %d ampersand array of i. array of i എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്, array of i എന്ന് പറയുന്നത് എന്താണ്, array of 0. array of 0യിൽ നമ്മൾ ഒരു വാല്യൂ എൻ്റർ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന വാല്യൂ 92 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 92 എവിടെ വരും, ഇവിടെ വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, i-യുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും. i-യുടെ വാല്യൂ 92 ഉള്ളത് എന്തായി മാറും, 90. ഞാൻ വേറൊരു വാല്യൂ എൻ്റർ ചെയ്യണം. സപ്പോസ് ഐ എം എൻ്ററിങ് ദ നമ്പർ 32. അപ്പോൾ ആ നമ്പർ 32 എന്ത് വരും, ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി വീണ്ടും i-യുടെ വാല്യൂ 2 ആയി മാറും. 2 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂ 11 എന്ന് വിചാരിക്കുക. ആ 11 എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങോട്ട് വരും. ഓക്കെ, പിന്നെ i-യുടെ വാല്യൂ 3 ആവും. ആ സമയത്ത് ഞാൻ എൻ്റർ ചെയ്യുന്ന വാല്യൂ 6 ആണെന്ന് വിചാരിക്കുക. ആ വാല്യൂ ഇങ്ങോട്ട് വരും. പിന്നെ i-യുടെ വാല്യൂ 4 ആവും. 4 ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ask me to enter a number. So I am entering the number, let's say 21. Okay, 21 എന്ന് പറയുന്ന നമ്പർ ഞാൻ എൻ്റർ ചെയ്യുന്നു. So that number will be coming to this place. Okay, അപ്പോൾ എന്ത് സംഭവിച്ചു, n-ന്റെ വാല്യൂ ഞാൻ പറഞ്ഞു, n is changing from 0 to 4. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ n-ന്റെ വാല്യൂ 5 ആയി എന്ന് വിചാരിച്ചു. n-ന്റെ വാല്യൂ 5 എന്ത് സംഭവിക്കും, ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ സംഭവിക്കും 5 ലെസ് ദാൻ 5 ആണോ, അല്ല. 5 ലെസ് ദാൻ 5 അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ലൂപ്പ് അവിടെ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ലൂപ്പ് പിന്നെ എന്ത് ചെയ്യില്ല, ഇൻക്രിമെന്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം 5 വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്തു. ആ 5 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. ഓക്കെ, എന്തുപോലെ ഒരു 50 സീറ്റ് ആൾക്കാർക്ക് ഉള്ള സീറ്റുള്ള ബസ്സിൽ
നമ്മളൊരു 5 പേര് കയറുന്ന പോലെ. ഓക്കെ, 5 നമ്പേഴ്സ് അതിലോട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, ഇനി അതേ നമ്പേഴ്സ് എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു അടുത്തൊരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എന്താണ്, ദ വാല്യൂസ് എൻറ്റേർഡ് ആർ. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അവിടെ ഞാൻ കൊടുക്കുന്നു, വീണ്ടും ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ലൂപ്പിൽ ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ. അപ്പോൾ ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വരും? ഐയുടെ വാല്യൂ ഐ ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞാൽ ഇത് വരും, എന്നിൻ്റെ വാല്യൂ 5. അപ്പോൾ 0 to 4 ആണ് ഏത് ചേഞ്ച് ചെയ്യുക, ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. ആ ഓരോ സ്റ്റെപ്പിലും എന്ത് സംഭവിക്കും, അറേ ഓഫ് ഐ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അവിടെ പ്രിന്റ് എഫ് എന്ന് കൊടുത്തിട്ടുള്ളത്. സോ പ്രിന്റ് എഫ് %d ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ നമ്പർ ഒന്നിന് പുറകെ ഒന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിന്റ് എഫ് %d അറേ ഓഫ് ഐ. ഓക്കെ, അറേ ഓഫ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ഐയുടെ വാല്യൂ 0 എന്ന സമയത്ത് ഏത് പ്രിന്റ് ചെയ്യും, അറേ ഓഫ് 0 പ്രിന്റ് ചെയ്യും. അറേ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് മെമ്മറി ഉള്ളത്, 92 പ്രിന്റ് ചെയ്തു, ഒരു സ്പേസ് പ്രിന്റ് ചെയ്തു. ഓക്കെ, അടുത്ത ഐയുടെ വാല്യൂ 1 ആവും. 1 ആവുന്ന സമയത്ത് ഏത് പ്രിന്റ് ചെയ്യും, 32 പ്രിന്റ് ചെയ്യും, ഒരു സ്പേസ് പ്രിന്റ് ചെയ്യും. ഈ സ്പേസ് പ്രിന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഞാനിവിടെ %d കഴിഞ്ഞൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, then the next number would be 11 പ്രിന്റ് ചെയ്യും, സ്പേസ് പ്രിന്റ് ചെയ്യും, 6 പ്രിന്റ് ചെയ്യും, സ്പേസ് പ്രിന്റ് ചെയ്യും, പിന്നെ 21 പ്രിന്റ് ചെയ്യും, സ്പേസ് പ്രിന്റ് ചെയ്യും. പിന്നെ നമുക്ക് പ്രോഗ്രാം അവിടെ തീരും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദിസ് പ്രോഗ്രാം വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ ഒരു നോഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിലും നിങ്ങൾ ഇത് കാണും. ഓക്കെ, ആദ്യം കാണുന്നത് എന്തായിരിക്കും, ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിന് കൺട്രോൾ ചെയ്യാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിന്റെ സൈസ് എടുക്കാൻ വേണ്ടി n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഇങ്ങനെ 3 വേരിയബിൾസ് നമുക്ക് വേണ്ടി വരും. പിന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഒരു എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം റീഡ് ചെയ്യേണ്ടി വരും. എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ ആദ്യം റീഡ് ചെയ്യേണ്ടി വരും. പിന്നെ എത്ര ഓരോ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്കാൻഎഫ് വെച്ച് നമ്മൾ റീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 3 സംഗതികൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് യു ഗെറ്റ് ഇറ്റ് യു ഗെറ്റ് ഇറ്റ്, അതർവൈസ് യു വിൽ സ്ട്രഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 സംഭവം എന്ന് വെച്ചാൽ ഒരു അറേ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അറേ വേണം, ഒരു വേരിയബിൾ വേണം, എന്ന് വെച്ചാൽ എൻ്റെ ഇൻഡെക്സ് കൺട്രോൾ ചെയ്യാൻ, പിന്നെ n എന്ന് പറയുന്ന എൻ്റെ നമ്പർ ഓഫ് എലമെന്റ്സ് റീഡ് ചെയ്യാനുള്ള ഒരു വേരിയബിൾ വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഓരോ വാല്യൂസ് ഞാൻ ഫോർ ലൂപ്പ് വെച്ച് ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ, സോ ഐ വിൽ ഷോ യു ദിസ് പ്രോഗ്രാം വർക്ക്, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ഓക്കെ, let me stop this presentation. Yeah, I think I shared the same thing again. So, okay, അപ്പോൾ സെയിം പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സെയിം പ്രോഗ്രാം തന്നെയാണ്. So you can see that I have declared the array I and n. Then I'm asking to enter the number of elements. So I'm reading the number of elements. Then I am reading the array. Then I am printing the array. അപ്പോൾ റീഡിങ്ങും പ്രിന്റിങ്ങും തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും, ജസ്റ്റ് ഒരു സ്കാനഫും പ്രിന്റ് എഫും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ ഒരു ആംബർസെന്റ് വരും, ഇവിടെ ആംബർസെന്റ് വരില്ല. ഓക്കെ, ആ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, so let's see how this is working. So you just run this program. Okay, അപ്പോൾ ഇവിടെ ഉണ്ട് എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 10 എലമെന്റ് എന്ന് വിചാരിക്കാം. എൻ്റർ ദ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ 1 1 2 2 3 3. അപ്പോൾ ഈ ഓരോ എലമെന്റ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഓരോ സ്കാനഫ് ആണ് ഓരോ തവണയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 ലാസ്റ്റ് നമ്പർ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ 10 10. ഓക്കെ, ഇങ്ങനെ ഞാൻ 10 നമ്പർ എൻ്റർ ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ 10 നമ്പറായി. 10 നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മുടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് ദിസ് പ്രിന്റ് എഫ് ഈസ് വർക്കിംഗ്. ഓക്കെ, പ്രിന്റ് എഫിൽ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്, ആദ്യം നമ്മൾ മുകളിൽ ഈ സ്കാനഫ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്, ദ വാല്യൂസ് എൻറ്റേർഡ് ആർ എന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അടുത്തത് എന്താണ്, ഓരോ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാണ്. ഓരോ ഫോർ ലൂപ്പിലും ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ചേഞ്ച് ചെയ്യും, 0 തൊട്ട് ഞാൻ എന്നിൻ്റെ വാല്യൂ എത്ര കൊടുത്ത്, എന്നിൻ്റെ വാല്യൂ 10 കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഏത് വരെ വരും, 0 to 9 വരെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഓരോ 0 to 9ലും എന്ത് സംഭവിക്കും, ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഓരോ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ത് സംഭവിക്കുന്നത്, അറേ ഓഫ് 0 ആദ്യം വരും, അറേ ഓഫ് 1 പ്രിന്റ് ചെയ്യും, അറേ ഓഫ് 2 പ്രിന്റ് ചെയ്യും, അറേ ഓഫ് 3 പ്രിന്റ് ചെയ്യും.
array of 0, 1, 2, 3 ഒക്കെ എവിടെയുള്ളത് ഇതിനകത്തുണ്ട്. ഓക്കെ, അത് എനിക്ക് 11 ഉണ്ട്, 22 ഉണ്ട്, 33 ഉണ്ട്, 44 ഉണ്ട്, 55 ഉണ്ട്. ഇതായിരിക്കും array of 0, 1, 2, 3 നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എലമെന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത സെയിം എക്സാമ്പിൾ എടുക്കാം. 5 എലമെന്റിന്റെ കേസ് എടുക്കാം. എൻ്റെ അടുത്ത നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാ? 5. ഓക്കെ, എന്നിട്ട് ഞാൻ നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നു. ലെറ്റ്സ് സേ 32, 65, 95, 75, 60. ഓക്കെ, ഇത്രയും എൻ്റർ ചെയ്ത് ഞാൻ എൻ്റെ പ്രസ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 5 എലമെന്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5 തവണ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ, അതേപോലെ 5 തവണ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ 5 നമ്പേഴ്സ് ഞാൻ റീഡ് ചെയ്യുള്ളൂ, അതുപോലെ 5 നമ്പേഴ്സ് ഞാൻ പ്രിന്റ് ചെയ്യുള്ളൂ. ഓക്കെ, so this is a very basic program using array, but this is a very important, that is you have to understand this structure. ഓക്കെ, ആദ്യം നമ്മൾ ഒരു array വേണം, ഒരു കൺട്രോൾ വേരിയബിൾ വേണം, i വേണം ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട്, പിന്നെ എത്ര എലമെന്റ്സ് ഉണ്ടെന്നും കൂടെ വേണം. ഓക്കെ, ഈ പ്രോഗ്രാം ഓക്കെ ആണോ? Can you just give me a confirmation, yes or no? കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണേഴ്സ് എത്ര പേരേ ഉള്ളൂ? Okay, Firdaus, Aishwarya, maybe. Okay. Okay. Fine. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം. എക്സാമിന് എല്ലാം കൂടി പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവാം. ഇഫ് യു വാണ്ട് മീ ടു റിപ്പീറ്റ് ഇറ്റ്, ഐ ക്യാൻ റിപ്പീറ്റ് ഇറ്റ്. നമുക്ക് സോ ദിസ് ഇസ് ഹൗ വി റീഡ് ആൻ അറേ ആൻഡ് ദിസ് ഇസ് ഹൗ വി പ്രിന്റ് ആൻ അറേ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി എങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ യൂസ്ഫുൾ പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റും ചോദിക്കാം, അല്ലെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. റൈറ്റ് എ സി പ്രോഗ്രാം. Write a C program to receive the total marks of students in a class and find the number of students passed. Okay, എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അല്ലെങ്കിൽ write a program to receive the total marks of students in a class into an array. An array തന്നെ കൊടുക്കാം, into an array. Okay, and find the number of students who passed. Okay, the pass mark is 40. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ ഒരു എത്ര പിള്ളേരെ നമുക്കറിയില്ല, കുട്ടികളുടെ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അറേയിലോട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് അതിൽ എത്ര പേര് നമ്മൾ പാസ്സായി നോക്കുക. പാസ്സായവരുടെ അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 40-ന് മുകളിൽ കിട്ടിയെന്ന് സംഭവിക്കും, കുട്ടി പാസ്സാവും. ഓക്കെ, അല്ലെങ്കിൽ ഫെയിൽ ആവും. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? എത്ര പേര് പാസ്സായി എന്നുള്ളത് മാത്രം കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് ലോജിക്ക് എങ്ങനെയായിരിക്കും? നമ്മൾ ഇതിന്റെ ലോജിക്ക് വരുന്നത്, ഇതിന്റെ ലോജിക്ക് എങ്ങനെ വരും? ആദ്യം നമ്മൾ did someone say something? Screen change ആയിട്ടില്ല sir. All right. Thank you. Okay. So then the question. Write a C program to receive the total marks of students in a class into an array and find the number of students passed. Okay, the pass mark is 40. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്സ് നമ്മൾ റിസീവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റുഡൻറ്റ് പാസ്സായിട്ടുണ്ടോ ഇല്ലേ നമുക്ക് പറയണം. ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ്സിൽ ഒരു 5 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, 5 സ്റ്റുഡൻസിൻ്റെ ആദ്യത്തെ മാർക്ക് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 22, അടുത്ത മാർക്ക് 95 അല്ലെങ്കിൽ 92, അടുത്ത മാർക്ക് 76, അടുത്ത മാർക്ക് 35, അടുത്ത മാർക്ക് 29. ഓക്കെ, ഇങ്ങനെ 5 സ്റ്റുഡൻസ് ഉണ്ട്. ഇതാണ് ഓരോരുത്തരുടെ മാർക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഇത്രയും മാർക്ക് ഒരു അറേയിലോട്ട് റീഡ് ചെയ്യണം. ഇതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഒരു അറേയിലോട്ട് ഇത്രയും മാർക്ക് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പിന്നെ എന്ത് ചെയ്യണം? എത്ര പേരാണ് പാസ്സായി നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പർ എടുക്കുക, അത് 40 അല്ലെങ്കിൽ 40 എബോവ് നോക്കുക, അല്ല. അടുത്ത മാർക്ക് എടുക്കുക, 40 അല്ലെങ്കിൽ 40 എബോവ് ആണെന്ന് നോക്കുക, അതെ. ഓക്കെ, യെസ്. അടുത്ത 76, 40 or 40 എബോവ് ആണോ? യെസ്. അടുത്തത് 35, 40 or 40 എബോവ് ആണോ? അല്ല. അടുത്ത 29, 40 or 40 എബോവ് ആണോ? അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുള്ളൂ? പാസ്സായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ്. നമ്മളൊരു അറേയിലോട്ട് 5 മാർക്ക് നമ്മൾ റീഡ് ചെയ്യുക. 5 അല്ല, എത്ര സ്റ്റുഡൻസ് ആണോ ഉള്ളത് അത്രയും മാർക്സ് നമ്മൾ റീഡ് ചെയ്യുക. എത്ര പേര് പാസ്സായി നോക്കുക, പാസ് മാർക്ക് എത്രയാണ്? 40. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്കറിയാം ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ 5 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ എത്രയാണ് നമുക്ക് സ്റ്റുഡൻസ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇനി സ്റ്റുഡൻസ് ഇവിടെ നമുക്ക് ഫിക്സ്ഡ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ യൂസ് അൻ അറേ വിത്ത് മാക്സിമം കപ്പാസിറ്റി. അല്ലെങ്കിൽ എത്രത്തോളം മാക്സിമം വേസ്റ്റ് കേസിൽ എത്ര എലമെന്റ്സ് വരാം എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അത്രയും എലമെന്റ്സ് സൈസിൽ ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. സപ്പോസ് ഞാൻ ഇതിന് മാർക്സ് എന്ന് കൊടുക്കാം. മാർക്സ് ഞാനൊരു 100 അല്ലെങ്കിൽ 50 തന്നെ ആയിക്കോട്ടെ, 50 മതി. ഓക്കെ, 0 to 49 വരെയുള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, 49 എലമെന്റ്സ് ഉള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഓരോ, അപ്പൊ ഞാൻ ആദ്യം ചോദിക്കേണ്ടത് എത്ര സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ എന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 5 എന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു വിചാരിക്കും. ഓക്കെ, ഇഫ് ദ വാല്യൂ 5 ഹാസ് ബീൻ എൻ്റേർഡ് ദെൻ ഐ ഹാവ് ടു റീഡ് 5 ഡിഫറെന്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ആ 5 ഡിഫറെന്റ് നമ്പർ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? നേരത്തെ കണ്ട പോലെ നമ്മൾ സ്കാൻഎഫ് വെച്ചിട്ട് 5 നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്യും. സപ്പോസ് ദാറ്റ് ഐ വിൽ റൈറ്റ് സംതിങ് ലൈക്ക് 4. അപ്പൊ ഞാൻ ഈ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് അതിലോട്ട് എന്ത് റീഡ് ചെയ്യും? ഈ 5 റീഡ് ചെയ്യും. ഓക്കെ, then I will have for I equal to 0, I less than 5, I plus plus. അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് 0 to 4 നമ്പേഴ്സ് കിട്ടും. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യും? സ്കാൻഎഫ് വെച്ചിട്ട് സ്കാൻഎഫ് %d, ആംപർസെൻഡ് ലെറ്റ്സ് സേ മാർക്സ് ഓഫ് I എന്ന് കൊടുക്കും. ഓക്കെ, മാർക്സ് കൊടുക്കാൻ കാരണം എന്താണ്? ഞാൻ ഈ അറേക്ക് കൊടുത്ത പേര് എന്താണ്? മാർക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ 0 to 5 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? 0, 1, 2, 3, 4. ഓക്കെ, 0 to 4 വരും എന്ന് വെച്ചാൽ 5 എലമെന്റ്സ് വരും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ 22 കൊടുക്കും, 92 കൊടുത്തു, 76 കൊടുത്തു, 35 കൊടുത്തു, 29 കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഞാൻ നമ്പേഴ്സ് റീഡ് ചെയ്യുന്ന വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 5 എലമെന്റ്സ് ഞാൻ റീഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഓരോ എലമെന്റ്സ് നമ്മൾ 1 by 1 നോക്കണം. ഓരോ എലമെന്റ്സ് 1 by 1 നോക്കിയിട്ട് എപ്പോഴാണോ നമ്മൾ ഒരു പാസ് മാർക്കിൽ കൂടുതലുള്ള ഒരു മാർക്ക് കാണുന്നത്, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ നമ്പേഴ്സ് ഒന്ന് കൂട്ടണം. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എൻ്റെ ഒരു വേറൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ദാറ്റ് ഐ ഹാവ് അനദർ വേരിയബിൾ കോൾഡ് കൗണ്ട്. കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൻ്റെ ആദ്യത്തെ വാല്യൂ എത്രയാണ്? 0 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് എലമെന്റ് എടുക്കും, a(0) എടുക്കും, അല്ലെങ്കിൽ മാർക്സ് ഓഫ് 0 എടുത്തു. ആ നമ്പർ നോക്കി, ആ നമ്പർ ഞാൻ കമ്പയർ ചെയ്യുന്നു. ഈസ് ഇറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40? നോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല? കൗണ്ട് ഒന്നും ചെയ്യില്ല. അടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? 92. I'm checking whether that is greater than or equal to 40. Yes. Then what I have to do? I have to increment the value of count. So I need to execute count plus plus. Okay. Count plus plus ആകുമ്പോൾ കൗണ്ടിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? കൗണ്ടിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? ഞാൻ തുടക്കത്തിൽ എത്ര ആയിരുന്നു? 0 ആയിരുന്നു. കൗണ്ടിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? 1 ആയിട്ടുണ്ടാവും. ഓക്കെ, then I am checking the next number. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 76. 76 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? I need to increment the count. So count it is incremented using count plus plus. So കൗണ്ടിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? 2 ആയിട്ടുണ്ടാവും. I'm checking the next number, that is 35, which is not greater than or equal to 40. So I do not have to do anything. So the count will remain at 2. Then again I am checking the next number, that is 29. So that is less than 40. So I do not have to increase the count. So the count will remain at 2 itself. So finally I can just print this number 2. Okay, so that will be the number of students who passed. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ദ പ്രോഗ്രാം. സോ യു ക്യാൻ നോട്ട് ദാറ്റ് വി ആർ യൂസിങ് ദ സെയിം program structure that we introduced in the last discussion. Okay. What is it? Okay. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കണ്ട അതേ സംഭവം, ഇൻറ്റ് അറേ 50 ഞാൻ കൊടുത്തിട്ടുണ്ട്, ഐ കൊടുത്തിട്ടുണ്ട്, എൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അറേ എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ, ഐ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡെക്സ് കൺട്രോൾ ചെയ്യാൻ, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് റീഡ് ചെയ്യാൻ. ഓക്കെ, ടോട്ടൽ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ. ദെൻ ഐ എം ഗിവിങ് കൗണ്ട് ഈക്വൽ ടു 0. ഓക്കെ, കൗണ്ട് ഈക്വൽ ടു 0. ഇവിടെ ഞാൻ 2 സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, 2 സെമിക്കോളിൻ്റെ ആവശ്യമില്ല, 8 സെമിക്കോളാണ്. ഓക്കെ, നോ കൗണ്ട് ഈക്വൽ ടു 0. ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് എലമെന്റ്സ് റീഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുക. സോ വി വിൽ റിസീവ് ഓൾ ദ വാല്യൂസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? വി ആർ അഗെയിൻ റണ്ണിങ് ത്രൂ ദ അറേ.
ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ ഞാൻ എന്നിൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ 5 എന്ന് എൻ്റർ ചെയ്യുന്നു വിചാരിക്കുക. ഞാൻ എൻ്റർ ചെയ്ത വാല്യൂസ് ഞാനിവിടെ ഒന്നുകൂടി കാണിക്കാം. എൻ്റർ ചെയ്ത വാല്യൂസ് മാർക്ക് ഇതൊക്കെയാണെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ദ ഫസ്റ്റ് മാർക്ക് ഇസ് 22, 76, 92, ലെറ്റ്സ് സേ 12 ആൻഡ് 35. ഇതാണ് എൻ്റെ 5 മാർക്സ് വിചാരിക്കുക. സോ ദിസ് ഇസ് 0, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഇപ്പോൾ ഞാൻ ഇനി ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്യുന്ന പറഞ്ഞു, അതുപോലെ ഇത് റീഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അറേ റീഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ എലമെന്റ് എടുത്തിട്ടും അത് ഇൻ കേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൗണ്ട് എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ കൗണ്ട് 0 എന്ന് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മൾ തുടങ്ങേണ്ടത് 0 തുടങ്ങണം. ഓക്കെ, വെൻ യു റൈസ് 1 finger, so it is 1. If you raise the second finger, it is 2. അല്ലാതെ നിങ്ങൾ തുടങ്ങുന്ന തന്നെ ഒരു 14 ആണെങ്കിൽ യു വിൽ ബി സ്റ്റാർട്ടിംഗ് കൗണ്ടിങ് ഫ്രം 41, 42, 43, 44, 45. And you should not be able to say that, or you cannot say that I have 45 fingers. So the counting should start from 0. Okay, so you are checking each of the numbers. Okay, then you are setting the so you are running a for loop from 0 to n. 0 to n എന്ന് പറയുമ്പോൾ I less than n എന്ന് പറഞ്ഞിട്ടുള്ളത്, so it will be running from 0 to 4. Okay, then I am checking if array of I greater than or equal to 40 ആണോ എന്ന് വെച്ചാൽ ഓരോ നമ്പറും ഫസ്റ്റ് array of I എന്ന് പറയുമ്പോൾ array of 0 greater than 40 ആണോ? 40 ആണ്, ഇവിടെ 22 ആണ്, അപ്പോൾ എന്താ ചെയ്യില്ല, ഇതിനകത്തോട്ട് കയറില്ല. ഓക്കെ, അടുത്ത കേസിൽ എന്തായിരിക്കും? ഐയുടെ വാല്യൂ എന്തായിരിക്കും? ഐയുടെ വാല്യൂ 1 ആവും. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും? ഈ എലമെന്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവും. അതിനുശേഷം ഞാൻ ചെക്ക് ചെയ്യുന്നു, ഈ array of 1 greater than or equal to 40 ആണോ? അതെ. array of 1 അത്ര 76 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? കൗണ്ട് പ്ലസ് പ്ലസ് എഴുതിയാൽ എന്ത് സംഭവിക്കും? കൗണ്ടിന്റെ വാല്യൂ നേരത്തെ എത്ര ആയിരുന്നു? 1 ആയിരുന്നു, സോറി 0 ആയിരുന്നു. ഇപ്പോൾ എന്തായിട്ടുണ്ടായി? 1 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൗണ്ട് എന്തായി? 1 ആയി. ഞാൻ ഈ എലമെന്റ് എടുക്കുന്നു. ഈ എലമെന്റിന്റെ വാല്യൂ എത്രയാണ്? 92. 92 greater than 40 ആണോ? യെസ്. കൗണ്ട് പ്ലസ് എന്തായി മാറും? 1ന്റെ വാല്യൂ എത്രയായി? 2 ആയി. Then I am taking this element. Is it greater than 40? No. So this will not be executed. എന്ന് വെച്ചാൽ count plus എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യില്ല. So we will go to the next element. So this is array of 4, 35. Is it greater than or equal to 40? No. So we will have this count plus will not be executed. So the value of count will be now, കൗണ്ടിൽ ഉണ്ടാവുന്ന വാല്യൂ ഇപ്പോൾ എത്രയാണ്? ഇറ്റ് വിൽ ബി സ്റ്റിൽ 2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഫോർ ലൂപ്പിന് പുറത്ത് നമ്മൾ എഴുതുക പ്രിന്റ് ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഈസ് %d കൗണ്ട്. ഓക്കെ, സ്റ്റുഡൻസ് പാസ്സായിരിക്കുന്ന എത്ര പേരാണ്? കൗണ്ടിലുള്ള നമ്പർ എത്രയാണോ അത്രയും പേരാണ് പാസ്സായിട്ടുള്ളത്. സോ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഈസ് 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ എന്ത് കാണാൻ പറ്റും? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഈക്വൽ ടു 2 എന്ന് കാണാൻ പറ്റും. So let me show you this program in the screen. Yeah, this program. Okay, അപ്പോൾ ഞാൻ enter the number of elements അല്ലെങ്കിൽ enter the number of students കൊടുക്കാം. Students. Okay, enter the number of students, enter the marks. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇൻറ്റ് array of 50 in, പിന്നെ enter the number of students അല്ലെങ്കിൽ enter the number of elements, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ വാല്യൂ റീഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് വരും എന്നുള്ളത് അറേ ബേസ് ചെയ്തിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്തതായിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഫോർ i equal to 0, i less than n, i plus plus. ഓക്കെ, ഇത് നമ്മൾ ഓരോ തവണയും നമ്മൾ നോക്കുകയാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോ എലമെന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഗ്രേറ്റർ ദാൻ 40 ആണോ നോക്കുന്നു. ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ ഒരു കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു until we will get the total number of students passed. ഓക്കെ, ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാം. റൺ. Okay, so it is asking me to enter the number of students. Enter the number of students. So let's say I'm entering the number of students equal to 5. Okay, then it is asking enter the marks. Enter the marks എന്ന് പറയുമ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫോർ ലൂപ്പിലോട്ട് വരുന്നു. എന്നിട്ട് ഈ സ്കാൻഎഫ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സ്കാൻഎഫ് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസാനിക്കുന്ന എപ്പോഴാണ്? നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഐ എം എൻറ്ററിംഗ് ദ നമ്പർ 22. സോ ഐ എം എൻറ്ററിംഗ് ദ നമ്പർ 22. One second. And again, lost connection.
Are you able to hear my voice? Can you just give me feedback, or did I miss all the connection? Is everything okay? Anyone? Aishwarya, Ajal. Okay, thanks. Yes, sir. Okay, fine. So let me execute this program. Run. Okay, so enter the number of students. So it is asking me to enter the number of students. So I am entering the number, let's say 5. Then it is asking to enter the number. ഇപ്പോൾ ഈ 5 എങ്ങോട്ട് വന്നിട്ടുള്ളത്? ഈ 5 എന്ന് പറയുന്നത് n-ലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എല്ലാ അറേയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? n വെച്ചിട്ടാണ്. Okay. So enter the number of students. Then I have entered 5. Then I'm entering the marks. So first mark is 22. Okay. Then the next mark is. അപ്പോൾ ഈ enter the marks എന്ന് ഒരു തവണ കാണിക്കുള്ളൂ. പിന്നെ നമ്മളെ for loop 5 തവണ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ മാർക്ക് എൻ്റർ ചെയ്യുന്നു. Okay. So 22. Then I'm entering 33. Let's say the next number is 75. Next number is 98. And the next number is 14. Okay. So 22, 33, 70. Okay. I just my power supply went off. Okay. Can you see the screen now? Is everything okay? Can I proceed? Yes, sir. Okay. Underboy button. Right. So let me execute this program. Let me execute this program. So I will be taking 10 more minutes. I will stop only at 11:10. Okay, because I need to discuss another program. I will be, otherwise we will be lagging behind the schedule. So let me run this. So it is asking to enter the number of students. So I'm entering number 5. So I'm entering some marks: 42, 15, 36, 98, then 10. Okay. So 5 mark, 42, 15, 36, 98, and 10. And if I press the enter key, it is showing that the number of students passed equal to 2. 2 ആരൊക്കെയാണ്?
ഈ 98 കിട്ടിയവനും 42 കിട്ടിയവനും. Okay, so this is how we can do it. Okay, so let me run with another example. Let's say the total number of students equal to 10, and enter the marks. Let's say 25, 36, 45, 85, 96, 74, 12, 27, 3, 98, then 51. ഓക്കെ, ഞാൻ 10 മാർക്ക് എൻ്റർ ചെയ്തു. അതിനകത്ത് 6 പേര് പാസ്സായിട്ടുണ്ട്. ഓക്കെ, ബാക്കി 4 പേര് ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ സം പ്രോഗ്രാംസ് ദാറ്റ് വിൽ മേക്ക് യു എക്യുപ്ഡ് ടു യൂസ് ദ അറേ വിത്തൗട്ട് എനി പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഡിസ്കഷൻ്റെ ഒക്കെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അറേ യൂസ് ചെയ്യാമെന്ന് പഠിപ്പിക്കൽ മാത്രമാണ്. ഓക്കെ, സോ വെൻ ദ പ്രോഗ്രാംസ് ഓർ ദ ക്വസ്റ്റ്യൻ കംസ് യു ഹാവ് ടു റൈറ്റ് അക്കോർഡിംഗ് ടു യുവർ ഓൺ ലോജിക്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അറേ റീഡ് ചെയ്യുന്നതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, പിന്നെ ആ അറേയിൽ ഓരോ എലമെന്റ് എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഈ പ്രോഗ്രാം ഓക്കെ ആണോ? ജസ്റ്റ് ഗിവ് മി എ കൺഫർമേഷൻ, യെസ് ഓർ നോ. ഇസ് ദിസ് ഓക്കെ? Is this program okay? Okay. Fine. Right. And let me write one more question, that is the last one. Okay. So write a C program to array of numbers. Okay, numbers from the user and print the sum and average of the numbers entered. Okay, എന്ന് വെച്ചാൽ ഒരു അറേയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്പേഴ്സ് റീഡ് ചെയ്യണം, എന്നിട്ട് ആ നമ്പറിന്റെ സമ്മും ആവറേജും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അറേ ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻറ്റിജർ ആക്കാം, ഫ്ലോട്ട് ആക്കാം. ഞാൻ എന്ത് ചെയ്യാം, ഇതിൽ തൽക്കാലം ഈ ഒരു കേസ് ഞാൻ ഫ്ലോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ദാറ്റ് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഐ ആം ഗോയിങ് ടു എൻ്റർ ദ നമ്പേഴ്സ് 1, 2, 3, 4, 5. 5 നമ്പേഴ്സ് ഞാൻ എൻ്റർ ചെയ്യണം. ഓക്കെ, 5 നമ്പേഴ്സ് ഞാൻ എൻ്റർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ് ഇവിടെ? n എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, so this will have index 0, this will have index 1, this will have index 2, 3 and 4. ഓക്കെ, എനിക്ക് കാണേണ്ടത് എന്താണ്? എനിക്ക് ഈ നമ്പേഴ്സിന്റെ ഓരോ നമ്പേഴ്സിന്റെ സമ്മും ആവറേജും ആണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ എപ്പോഴും 1, 2, 3, 4, 5 എന്ന് ആവണമെന്നില്ല. യു ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾസ് ഓൾസോ, അല്ലെങ്കിൽ അനദർ വാല്യൂസ് ഓൾസോ. ലെറ്റ്സ് സേ ഇറ്റ് കുഡ് ബി 22, 95, അങ്ങനെ പല വാല്യൂസോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 1, 2, 3, 4, 5 പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് ദിസ് നമ്പേഴ്സ് ബി 1, 2, 3, 4, 5. ഓക്കെ, 5 നമ്പർ ഞാൻ അറേയിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം, ആവറേജ് കണ്ടുപിടിക്കണം. സമ്മ് എങ്ങനെ കാണും? സമ്മ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ നമ്മൾ കൗണ്ട് എടുത്തില്ലേ, അതേ ഒരു ലോജിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് തുടക്കത്തിൽ സമ്മിന്റെ വാല്യൂ ഞാൻ എന്താക്കി മാറ്റും? 0 ആക്കി മാറ്റും. ഓക്കെ, സമ്മിന്റെ വാല്യൂ 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഈ നമ്പറിങ് എടുക്കും, അതായത് അറേ ഓഫ് 0 എടുക്കും. അറേ ഓഫ് 0 എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പർ എന്ത് ചെയ്യും? ഈ സമ്മിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ സമ്മിൽ എന്ത് വന്നിട്ടുണ്ടാവും? സം വിൽ ബി നൗ 1. അടുത്ത നമ്പർ എടുക്കും, സമ്മിലോട്ട് എന്ത് ചെയ്യും? നേരത്തെ ഉണ്ടായ സം എത്രയോ അതിലോട്ട് എന്ത് ചെയ്യും? ഈ 2 ആഡ് ചെയ്യും. നേരത്തെ സം എത്രയാണ്? 1. 1ലോട്ട് 2 ആഡ് ചെയ്ത് എന്തായി മാറി? 3 ആയി മാറി. ഓക്കെ, അടുത്ത എലമെന്റ് എടുക്കും, അവിടെ നമ്പർ എത്രയാണ്? 3. നേരത്തെ സം എത്രയാണ്? 3. ഇപ്പോൾ 3ലോട്ട് 3 ആഡ് ചെയ്യാൻ എനിക്ക് അടുത്ത നമ്പർ ഏത് കിട്ടും? 6. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത നമ്പർ എടുക്കുന്നു 4. ആ 4ലോട്ട് ഈ 6 ആഡ് ചെയ്യുന്നു, സോ ഐ വിൽ ഗെറ്റ് ദ നമ്പർ 10. അടുത്ത നമ്പർ എടുക്കുന്നു 50. ആ 50 എന്ന് 5. ആ 5ലോട്ട് എന്ത് ചെയ്യും? ഈ 10 ആഡ് ചെയ്യും, സോ ദ നമ്പർ ദാറ്റ് ഐ വിൽ ഗെറ്റ് നെക്സ്റ്റ് ഇസ് 15. ഓക്കെ, അപ്പോൾ ഈ സമ്മിൽ എന്തുണ്ടാവും? എൻ്റെ 15 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാവും. ഓക്കെ, ഇനി ആവറേജ് എങ്ങനെ കാണും? എനിക്ക് സമ്മ് കിട്ടി. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? n. സോ സം ഡിവൈഡഡ് ബൈ n വിൽ ബി ഗിവിംഗ് മീ ദ ആവറേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോജിക് നമ്മൾ എങ്ങനെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ പറയാം. ഓക്കെ, സപ്പോസ് ദാറ്റ് ഐ എം റൈറ്റിംഗ് 4 i equal to 0, i less than n, i plus plus. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും തവണ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യും. ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യുന്ന ഓരോ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? സമ്മിന്റെ വാല്യൂ 0 ആണ് തുടക്കത്തിൽ.
ഞാൻ എന്ത് ചെയ്തു, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് എൻ്റെ അറേയുടെ പേര് എ എന്ന് വിചാരിക്കും. ഓക്കെ, എ ഓഫ് ഐ. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ഐ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, എനിക്ക് സമ്മിൽ എന്ത് കിട്ടും, എൻ്റെ മൊത്തം എലമെൻസിന് സം കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇറ്ററേറ്റ് ചെയ്ത് പറയാം. ആദ്യം ഐയുടെ വാല്യൂ 0, ഐയുടെ വാല്യൂ 0 ആണ്. സമ്മിൻ്റെ വാല്യൂ എത്രയാണ്, 0 തുടക്കത്തിൽ. ഓക്കെ, അപ്പോൾ ഇത് 0 ആണ്. ഇനി എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ എ ഓഫ് ഐ എത്രയാണ്, 1. അപ്പോൾ എന്ത് വരും, എ 0 + 1. 0 + 1 എങ്ങോട്ട് പോകും, സമ്മിലോട്ട് പോകും. സമ്മിൽ ഏത് വാല്യൂ വരും, 1 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഏത് വാല്യൂ വരും, സമ്മിൽ ഏത് വാല്യൂ വരും, സമ്മിലുള്ള വാല്യൂ 1, കാരണം സമ്മിൻ്റെ വാല്യൂ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ 1 ആയിട്ടുണ്ട്. സമ്മിൻ്റെ വാല്യൂ 1. എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ ആയിരിക്കും 2. ഇപ്പോൾ 2 + 1 ഏത് ഇങ്ങോട്ട് വരും, 3 ഇങ്ങോട്ട് വരും. ഓക്കെ, അടുത്ത ഇറ്ററേഷൻ എന്ത് സംഭവിക്കും, ഇവിടെ 3 ആയിരിക്കും, ഈ 2ന് പകരം ഇവിടെ എന്തായിരിക്കും, 3 ആയിരിക്കും. സോ 3 + 3 6 ആയിരിക്കും ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പിലും ഈ ഒരു ലോജിക്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഓരോ നമ്പറിൻ്റെയും ഓരോ നമ്പർ അറ്റ് എ ടൈം എടുക്കും, എന്നിട്ട് സമ്മിലോട്ട് ആഡ് ചെയ്യും. അത് എങ്ങോട്ട് കൊടുക്കും, ഈ സമ്മിലോട്ട് കൊടുക്കും. അപ്പോൾ ഫൈനലി നമ്മളെ സം എന്ന് പറയുന്ന വേരിയബിളിൽ ഈ ഓരോ എല്ലാ എലമെൻറ്റും ആഡ് ചെയ്ത നമ്പർ എവിടെ ഉണ്ടാവും, ഈ സമ്മിനകത്തുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് വിൽ ഗീവ് അസ് ദ സം. പിന്നെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ മതി, ഈ സമ്മ് നമ്മൾ എടുക്കുക, എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കുക, ആൻഡ് യു ഡിവൈഡ് ബൈ ദാറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. സോ ദാറ്റ് ഈസ് എൻ. ഓക്കെ, അപ്പോൾ ഈ എൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ്, യൂസർ എൻ്റർ ചെയ്യുന്നതാണ്. കാരണം യൂസറുടെ കയ്യിലാണ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ യൂസർ നേരത്തെ തന്നെ പ്രോഗ്രാമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അറേയാണ്. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് ഇൻഡിജർ ആവാം, ഫ്ലോട്ട് ആവാം, നമുക്ക് ഏത് എടുക്കാം. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ വി ഹാവ് ദ ചോയ്സ്. ഓക്കെ, ഫ്ലോട്ട് അറേ ഓഫ് 50. അപ്പോൾ ഞാൻ 50 എലമെന്റ്സിൽ ഒരു അറേയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. പിന്നെ നമുക്കുള്ളത് ഇൻഡ് ഐ കോമ എൻ. ഐ എന്തിനാ നമുക്കറിയാം, നമ്മുടെ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ. എൻ എന്തിനാ നമുക്കറിയാം, നമ്മുടെ വേരിയബിൾസിന്റെ എണ്ണം റീഡ് ചെയ്യാം, നമ്പേഴ്സിന്റെ എണ്ണം റീഡ് ചെയ്യും. ഞാൻ ആദ്യം പറയുന്നു പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് സ്കാൻ ഓഫ് എൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ റീഡ് ചെയ്യും. സപ്പോസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് 5. ഓക്കെ, then I am entering the values, so I will receive all the values using this for loop. Okay, then I am finding the sum for I equal to 0, I less than n, I plus plus, sum is equal to sum plus array of I. ഇത് വെച്ച് എന്ത് ചെയ്യും, നമ്മൾ സമ്മിലോട്ട് ഓരോ എല്ലാ എലമെന്റ്സിന്റെ സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവസാനം ഞാൻ പ്രിന്റ് ചെയ്യുന്നു സം ഇസ് ഈക്വൽ ടു %f. %f കൊടുക്കാൻ കാരണം എന്താണ്, സമ്മ് ഞാനൊരു ഫ്ലോട്ട് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ %d കൊടുത്താൽ മതി. ഓക്കെ, then average is equal to %f. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 50 ആണോ, അല്ല, നമ്മൾ എത്ര എലമെന്റ്സ് റീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യൂസർക്ക് മാത്രമേ അറിയുള്ളൂ. യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ എവിടെയുള്ളത്, n എന്ന് പറയുന്ന വേരിയബിളാണ്. സോ ദിസ് വിൽ ബി സം, then this will be sum divided by n, so that will be giving us the average. Okay, ഇനി ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തിട്ട് ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ സം ബൈ എന്നിന് പകരം ജസ്റ്റ് ആവറേജ് പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് വിൽ ഓൾസോ വർക്ക്. ഓക്കെ, ഞാൻ ഈ ആവറേജ് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ദിസ് പ്രോഗ്രാം. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ദ എക്സിക്യൂഷൻ ആൻഡ് ദെൻ ഐ കൻ സ്റ്റോപ്പ്. So not this one. Okay, ഞാൻ ആവറേജ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യും. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n. ഞാൻ ഇവിടെ ആവറേജ് കൊടുക്കാം. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. നേരത്തെ കണ്ട സെയിം പ്രോഗ്രാം. ഒറ്റ ഡിഫറൻസ് ഞാൻ വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n എന്ന് കൊടുത്തു, എന്നിട്ട് ആ ആവറേജ് ആണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തത്. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് എക്സിക്യൂട്ട് ദിസ് വൺ, റൺ. സോ എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്, 5 ആണെന്ന് വിചാരിക്കും. ഓക്കെ, എൻ്റർ ദ വാല്യൂസ്. സോ ഞാൻ 1 to 5 എൻ്റർ ചെയ്യാം. 1 2 3 4 5. ഓക്കെ, സം എത്ര വന്നത് 15.
നിങ്ങൾ 1 to 5 add ചെയ്യുമ്പോൾ you can see the sum is 15, average is 3. 3 എങ്ങനെ വന്നു? 15 divided by 5. 15 by 5 എന്ന് പറയുമ്പോൾ 3. So this is how you can find the sum and average. Okay. By program എല്ലാം I will share this program's screenshot into your WhatsApp group. You just go through this program, and if you find any difficulty in understanding, please let me know, because these are really important, because these things will be repeating in most of the program that we'll write in the future. Okay. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം, enter the number of elements, enter the values. Okay. ഓരോ array read ചെയ്യാൻ you just have to declare the array and a control variable and the end. So let me stop at this point. Yeah, I think everyone is present today. Okay, so I will mark the attendance for everyone, so you can leave. Thank you for your cooperation. Thank you. Thank you, sir. Thanks. Thank you, sir.